ജയ്സഭ ബബ്ബ എന്ന് പറഞ്ഞ സിനിമ. ഞാൻ അത് ഫസ്റ്റ് ദിവസം കണ്ടാണ്. എൻ്റെ റിവ്യൂ ഒന്നും ഇട്ടില്ല, സമയം കിട്ടിയിട്ടില്ല, തിരക്കായിരുന്നു. അപ്പം ഇത് ആ പടത്തിൻ്റെ ഒരു റിവ്യൂ ആയിട്ടോ ഒന്നും കാണണ്ട. എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പം സോഷ്യൽ മീഡിയ എടുത്തോ അല്ലെങ്കിൽ യൂട്യൂബ് എടുത്ത് പോയി കഴിഞ്ഞാൽ മെയിനായിട്ട് അതിൻ്റെ നെഗറ്റീവ് റിവ്യൂസ് ആയിരിക്കും കാണുന്നത്. ഓക്കെ, നിങ്ങൾ ഗുഡ് ബാഡ് അഗ്ലി, മാർക്ക് ആൻ്റണി പോലെയുള്ള പടം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ പടം തീർച്ചയായിട്ടും പോയി കണ്ടു നോക്കുക. അങ്ങനത്തെ ഒരു മോഡ് പടമാണ് ഈ ബബ്ബ എന്ന് പറയുന്നത്. അല്ലാണ്ട് ഒരു നോർമൽ പടമല്ല, നോർമൽ പടവേ അല്ല. വളരെ അബ്നോർമലായിട്ട് ഓവർ ദ ടോപ്പിൽ നിൽക്കുന്നൊരു പടമാണ്. അപ്പോൾ ആ പടമൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് കണ്ടു നോക്കണം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇപ്പം മെജോറിറ്റി ആൾക്കാർ ഒരു പടത്തിനെ പറ്റി നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ പടം കൊള്ളത്തില്ല എന്നല്ല. ആ ഒരു പോർഷൻ ഓഫ് ആൾക്കാർക്കാണ് ആ പടം കൊള്ളാത്തത് എന്ന് കരുതി നിങ്ങൾക്കത് കൊള്ളാതാവണമെന്നില്ല. നിങ്ങൾക്കത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ പോയി കാണേണ്ടി വരും. അല്ലാണ്ട് മെജോറിറ്റി ആൾക്കാർ പറഞ്ഞു ഒരു പടം കൊള്ളത്തില്ല അല്ലെങ്കിൽ ഒരു പടം നല്ലതാണ്, അപ്പോൾ അതിൻ്റെ അർത്ഥം നല്ലതാണോ കൊള്ളത്തില്ല എന്നല്ല. നിങ്ങൾക്കത് മനസ്സിലാവണമെങ്കിൽ തിയേറ്ററിൽ പോയി കണ്ട് എന്നാലേ മനസ്സിലാകത്തുള്ളൂ. ഞാൻ പടം കണ്ട സരിതയില ഇരിക്കാൻ സമയം കിട്ടില്ല, അമ്മാരി ഓളമായിരുന്നു. ഓരോ സീൻ ലാലേട്ടൻ എൻട്രി, ദിലീപ് ഏട്ടൻ്റെ എൻട്രി ഒക്കെ വരുമ്പോൾ അമ്മാരി ഓളമായിരുന്നു, ഡാൻസും എല്ലാം. പിന്നെ ഓരോരുത്തർ ദേവ്ജി എല്ലാവരും ഉണ്ട് പടത്തിൽ, അമ്മാരി ഓളമായിരുന്നു. സോ നിങ്ങൾ ഈ മെജോറിറ്റി ആൾക്കാർ നെഗറ്റീവ് പറയുന്നതുകൊണ്ട് നിങ്ങൾ ആ പടം പോയി കണ്ടില്ലേ ചിലപ്പോൾ നിങ്ങൾക്ക് മിസ്സാവും. ചിലപ്പോൾ അവരുടെ ഒപ്പീനിയൻ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് ഇത് പോയി കണ്ടു നോക്കുക. പറഞ്ഞിട്ടില്ലേ, നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ എന്ന് പറയുന്ന പോലെ അവർക്ക് ഇഷ്ടമുള്ള ചായ ആയിരിക്കില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. നിങ്ങൾ പോയി ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ.